നമ്മൾ ഇതുവരെ പഠിച്ചത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പല അക്കൗണ്ടുകളെ കുറിച്ചും അത് എങ്ങനെയെല്ലാം റെക്കോർഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുമാണ്. ഇനി അത് നമ്മൾ പല ഐറ്റംസുകളെ കുറിച്ച് പരിചയപ്പെട്ടു. സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, അങ്ങനെയുള്ള പല ടേംസുകളായിട്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരുന്ന ചില ഐറ്റംസിന്റെ പ്രത്യേക ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ്. അപ്പോ ചില ഐറ്റംസ് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അതില് ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ അത് ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, 3 ഐറ്റംസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, 3 കാര്യങ്ങളാണ്. ഒന്നാമത് സബ്സ്ക്രിപ്ഷൻ, രണ്ടാമത് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഫണ്ട്, മൂന്നാമത് സ്റ്റേഷനറി. ഇങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ 3 എങ്ങനെയാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും അതുപോലെ ബാലൻസ് ഷീറ്റിലും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ്. വരിസംഖ്യ. ഇത്തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗമാണ് ഇത് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ 2 വാക്കുകളെ ആദ്യമേ പരിശോധിക്കും. നമുക്ക് സുപരിചിതമായിട്ടുള്ള 2 ടേംസുകളാണ് ഔട്ട്സ്റ്റാൻഡിംഗ്, അഡ്വാൻസ് എന്നുള്ളത്. ഔട്ട്സ്റ്റാൻഡിംഗ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞ ഇവിടെ ഇൻകം ആണ് ഇത്. സബ്സ്ക്രിപ്ഷൻ പറയുമ്പോൾ ഒരു വരുമാനമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ, കിട്ടാനുണ്ട് പക്ഷെ എന്താണ്, കിട്ടിയിട്ടില്ല. അഡ്വാൻസ് എന്നാണെങ്കിലോ, അഡ്വാൻസ് പറയുമ്പോൾ മുൻകൂറായി നമ്മൾ കൊടുത്തു അല്ലെങ്കിൽ മുൻകൂറായിട്ട് കിട്ടി എന്നുള്ളത്. അപ്പൊ ഈ 2 കൺസെപ്റ്റുകൾ നിങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക, സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഇനി സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാലോ, സബ്സ്ക്രിപ്ഷന് മുൻകൂറായി കിട്ടി എന്നുള്ളതുമാണ്. ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ സബ്സ്ക്രിപ്ഷന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ വർഷം 2020 നമ്മൾ ചെറിയൊരു അസംഷൻ വയ്ക്കുകയാണ്. നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നത് ജനുവരിയിലും അവസാനിക്കുന്നത് ഡിസംബറിലുമാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ജനുവരിയിൽ ആരംഭിക്കുന്നു, ഡിസംബറിൽ അവസാനിക്കുന്നു എന്നുള്ളത്. ഓക്കെ, 2020 ആണ് നമ്മുടെ വർഷം എന്നുള്ളത്. ഓക്കെ, അപ്പൊ 2020 ഓപ്പണിംഗിലെ ബാലൻസ് ഉണ്ടാവും. അതുപോലെ എന്താണ്, ഡിസംബർ 31 ആവുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്ലോസിംഗ് ബാലൻസിന്റെ ചില കാര്യങ്ങൾ പറയാം. ക്ലോസിംഗ് ബാലൻസിൽ എന്തുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അഡ്വാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലോസിംഗില് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അഡ്വാൻസ് എന്ന് വിചാരിക്കാം. അതായത് 2020 അവസാനിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു 10,000 രൂപയും അഡ്വാൻസ് ഒരു 4,000 രൂപയും ഉണ്ടെന്ന് വിചാരിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് 10,000 രൂപയും അഡ്വാൻസ് 4,000 രൂപയും ഉണ്ടെന്ന് വിചാരിക്കാം. എന്താണ് നമുക്ക് അത് മനസ്സിലാക്കാം. നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് എന്താണ്, കിട്ടാനുള്ളതാണ്. അപ്പൊ അത് ഈ വർഷത്തേതാണോ, യെസ്, എന്താണ്, ഈ വർഷം കിട്ടാനുള്ള സംഖ്യയാണ് നമ്മൾ ഇത് പറയാ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? കിട്ടാനുള്ള തുക ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതാണ് കിട്ടാനുള്ളത് എന്ത് ചെയ്യണം, ഈ വർഷം കിട്ടിയതിനോട് കൂടി ആഡ് ചെയ്യണം എന്നുള്ളത്. കിട്ടാനുള്ളത് കിട്ടിയതിനോട് കൂടി ആഡ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അഡ്വാൻസ് ആണെങ്കിലോ, അതായത് അടുത്ത വർഷത്തേക്കുള്ള സംഖ്യ ഈ വർഷം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മൾ എന്താ ചെയ്യാം, അഡ്വാൻസ് ഈ വർഷം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അതെന്താണ്, അടുത്ത വർഷം കിട്ടാനുള്ളതാണ് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമ്മുടെ ഈ വർഷത്തെ എമൗണ്ട് ആണോ അത്? അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി വരും, അത് ഡിഡക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു ഇൻകമോ എക്സ്പെൻസോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ വർഷത്തെ സംഖ്യ മാത്രം നോക്കിയാൽ മതി. ഈ വർഷം കിട്ടാനുള്ളതാണോ നമ്മൾ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യുകയും ഈ വർഷത്തേത് അല്ലയോ, അതായത് അടുത്ത വർഷത്തേതോ അതെല്ലാം കഴിഞ്ഞ വർഷത്തേതോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിഡക്ട് ചെയ്യും വേണമെന്നുള്ളത്.
ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഇതില് സബ്സ്ക്രിപ്ഷന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ രണ്ട് കാര്യം പറയുന്നു. ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസും എന്നുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തേതാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കൂട്ടിച്ചേർക്കുകയും അഡ്വാൻസ് എന്താണ്? ഈ വർഷത്തേതല്ല, അത് അടുത്ത വർഷത്തേതാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുകയും ചെയ്യാം. ഈ രണ്ട് കാര്യവും മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് സബ്സ്ക്രിപ്ഷന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക? ഔട്ട്സ്റ്റാൻഡിങ് ഇയർ എൻഡിലാണ് ഉദ്ദേശിക്കുന്നത്, അവസാനിക്കുമ്പോൾ ഇയർ എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യും? ഇയർ എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യും? നമ്മള് പ്ലസ് ചെയ്യും. കാരണം എന്താണ്? അത് ഈ വർഷത്തേതാണ്. ഇനി അഡ്വാൻസ്, ഈ വർഷം അവസാനിക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് എത്ര തുകയും കാണിക്കുകയാണെങ്കിൽ ആ അഡ്വാൻസ് എന്താണ്? ഈ വർഷത്തേതല്ല, അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ഡിഡക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് രണ്ടെന്താണ് ഞാൻ പറഞ്ഞു? ക്ലോസിംഗ് ബാലൻസ് ആണ്, അവസാനിക്കുമ്പോഴാണ്. ഇനി ഇതേ രണ്ട് ഐറ്റംസും ഓപ്പണിംഗും ഒന്ന് സങ്കല്പിച്ച് നോക്കാം. ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗിൽ ഇത്ര ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതുപോലെ അഡ്വാൻസും ഓപ്പണിംഗിൽ ഇത്രയുണ്ട്. രണ്ടും ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഐറ്റം ആയിരിക്കുന്നത് ഈ വർഷം നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് കാണിച്ചിരിക്കാം. അപ്പോ നമുക്ക് നമ്മൾ ഈ വർഷത്തിന് പകരമായിട്ട് കഴിഞ്ഞ വർഷം ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു 5000 രൂപയും അഡ്വാൻസ് ആയിട്ട് ഒരു 3000 രൂപയും സങ്കല്പിച്ചു നോക്കാം. 5000 3000 ഒന്ന് സങ്കല്പിച്ചു നോക്കാം. ഓക്കെ, ഇത് ഈ വർഷം ഓപ്പണിംഗ് ആണ്, കഴിഞ്ഞ വർഷം എന്തായിരിക്കും? അത് ക്ലോസിംഗ് ആണെന്നുള്ളത്. അപ്പൊ ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഏത് വർഷത്തേതാ? ഇപ്പൊ നമ്മൾ 2020 അല്ല, അത് 2019 ആയിരിക്കും അല്ലെ? അപ്പൊ 2019 ക്ലോസിംഗ് ആണ്, 2020 നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് പറയുന്നത്. അപ്പൊ അത് എന്തായിരിക്കും? ഔട്ട്സ്റ്റാൻഡിംഗ് പറയുമ്പോൾ 2019 അതിൽ 20 യെസ്, ഏതൊക്കെയാണ്? 2019 അപ്പൊ ആ സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തിൽ നിന്നും മൈനസ് ചെയ്യണം. കാരണം എന്താണത്? അത് ഈ വർഷത്തേത് അല്ല എന്നുള്ളത് കൊണ്ട്. ഇനി അഡ്വാൻസ്, കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ്. കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഏത് വർഷത്തേക്കാ? ഈ വർഷത്തേക്കുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യുകയും ചെയ്യണം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മള് ഈ വർഷത്തെ കാര്യങ്ങൾ ആദ്യം എടുക്കാം, ഈ വർഷത്തെ കാര്യം എടുക്കാം. അപ്പൊ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നു അല്ലെ? ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്താ ചെയ്യേണ്ടി വരിക? മൈനസ്, ലെസ് ചെയ്യണം. ഈ വർഷത്തെ അഡ്വാൻസ് എന്താ ചെയ്യേണ്ടത്? ഈ വർഷം അഡ്വാൻസ് ഈ വർഷത്തേതല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസോ ഇതിനോട് കൂടി ആഡ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോ ഇത്രയും ഡീറ്റെയിൽസ് എന്ന് കഴിഞ്ഞാൽ അഡ്വാൻസ്, ബിഗിനിങ്, എൻഡ്, ഔട്ട്സ്റ്റാൻഡിങ്ങും ബിഗിനിങ്ങും എൻഡും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എത്ര കാണിക്കാം, ആ കാൽക്കുലേഷൻ ആണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് കാണിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഈ വർഷം എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. എല്ലാം കൂടിയിട്ട് കഴിഞ്ഞ വർഷത്തേതും അടുത്ത വർഷത്തേക്കുള്ള എല്ലാം കൂടിയിട്ട് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, അതാണ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഈ വർഷം എത്ര കിട്ടി എന്നുള്ളത്. ഇനി നമുക്ക് ആഡ്, അതിലേക്ക് ചേർക്കാനുള്ളത്. നമ്മൾ പറഞ്ഞ രണ്ട് ടേംസുകളാണ്, ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ എന്താണ് അഡ്വാൻസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ്. എൻഡിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദെൻ തൊട്ട് താഴെ ആഡിലെ രണ്ടായിട്ട് ഉണ്ട്. അടുത്തെന്താണ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി ബിഗിനിങ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി ബിഗിനിങ്. ഈ രണ്ട് ഐറ്റംസ് എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ്. ശരിക്കും നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ്. എൻഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അഡ്വാൻസ് ആണെങ്കിലും ബിഗിനിങ്ങും ആഡ് ചെയ്യണം. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായാൽ ലെസ് ചെയ്യേണ്ടതായിട്ടും വളരെ സിമ്പിൾ ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എൻഡ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് അത് ബിഗിനിങ് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ദെൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താണ്? ബിഗിനിങ് ആഡ് ആണ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ എൻഡ് എന്തായിരിക്കും? ലെസ് ആണ്. അപ്പൊ ആദ്യത്തെ രണ്ട് ഐറ്റംസിന്റെ എമൗണ്ട് കൂട്ടുകയും രണ്ടാമത്തെ സെക്ഷനിലെ രണ്ട് ഐറ്റംസ് കുറയ്ക്കുകയും ചെയ്താൽ ഈ വർഷം എത്ര എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്തത് മനസ്സിലാവും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എമൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, അതിലേക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡും അഡ്വാൻസ് അറ്റ് ദ ബിഗിനിങ്ങും.
ദെൻ അതിന് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? ലെസ് ചെയ്യേണ്ടത് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ്ങും അഡ്വാൻസ് അറ്റ് ദി എൻഡ്. ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എത്ര എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാന്നുള്ളത്. ഓക്കെ ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ട് നോക്കാം അല്ലെ. നോക്കുന്നില്ല, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നോക്കൂ നിങ്ങൾ, എമൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2019, 2019 കിട്ടിയ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് 1,75,000, 1,75,000. അടുത്തത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31/12/2019, 25,000. അടുത്തത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31/12/2018, 20,000. അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/12/2019, 5,000. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/12/2018, 6,000. ഇത്രയും 5 ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ആദ്യം എടുക്കേണ്ടത് ഏതാണ്? റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ഈ വർഷം എത്ര കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതവിടെ വെക്കാം. ബാക്കി 4 ഐറ്റംസ് ഉണ്ട്. ഈ 4 ഐറ്റംസിൽ ചില ഐറ്റംസ് എന്തെയാണ്? ആഡ് ചെയ്യേണ്ടതാണ്, ചില ഐറ്റംസ് എന്തെയാണ്? ലെസ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ 4 ഐറ്റംസിൽ ഏതൊക്കെയാണ് പ്ലസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത്, അത് ആദ്യം തീരുമാനിച്ചു വെക്കാം. അപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഈ വർഷത്തെ സംഖ്യകൾ ആദ്യം പരിഗണിക്കാം. അതായത് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും ഈ വർഷത്തെ അഡ്വാൻസും. അപ്പൊ ഈ വർഷം ഏതാ ഉദ്ദേശിക്കുന്നതില് 2019 ആണ് ഈ വർഷത്തിൽ നമ്മുടെ പ്രോബ്ലത്തില് കറന്റ് ഇയർ എന്നുള്ളത്. അപ്പൊ അതില് 2019 ഔട്ട്സ്റ്റാൻഡിങ്, 2019 അഡ്വാൻസ്. നോക്കൂ നിങ്ങൾ, 2019 അഡ്വാൻസ്, 2019 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, 31/12/2019, ഈ വർഷത്തെ കിട്ടാനുള്ളത് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇതേ ഡേറ്റ് നോക്കാം. 31/12/2019 മറ്റൊരു ഐറ്റം കൂടിയുണ്ട്. ഏതാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് ആ ഐറ്റം നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? ഡിഡക്ട് ചെയ്യണം, കുറയ്ക്കണം അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ എൻഡ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യുന്ന പഠിച്ചു. ദെൻ ഈ വർഷത്തെ തന്നെ അഡ്വാൻസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ ഈ 2 ഐറ്റം പ്ലസും മൈനസും ആയാൽ ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് നമ്മൾ പ്ലസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഗിനിങ് എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ആണ്, മൈനസ്. ദെൻ അഡ്വാൻസ് എൻഡ് ചെയ്തിട്ടുണ്ട്, മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഡ്വാൻസ് ബിഗിനിങ് എന്തായിരിക്കും? പ്ലസ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈ വർഷത്തെ ഐറ്റംസ് എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കിയാൽ മറ്റു 2 ഐറ്റംസ് എന്താണ്? നമുക്ക് വളരെ ഈസി ആയിട്ട് അതെന്താണ്? ആഡ് ആണോ ലെസ് ആണോ നമുക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം സ്റ്റേറ്റ്മെന്റ് നമ്മൾ വരയ്ക്കുന്നു. എന്താണ് ഹെഡിങ്? നമ്മൾ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ളത് സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം ആണ്. 2 കള്ളികള്, ഒന്ന് ഒരു പർട്ടിക്കുലർ കോളം, ഒന്നെന്താണ്? ഒരു എമൗണ്ട് കോളം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്തേണ്ടത്? എമൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ഈ വർഷം എത്ര കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ വർഷത്തെ എമൗണ്ട് 1,75,000 എന്നുള്ളത് കാണിക്കുന്നു. ഇനി ആഡ്, ഏതൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31/12/2019, ഈ വർഷത്തില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എത്രയാണ് എന്നുള്ളത്. എത്രയാണ്? 25,000. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട രണ്ടാമത്തെ ആയിട്ട് നമ്മൾ മുൻപേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് ആഡ് എന്നുള്ളത്? ഏതാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി എൻഡ് ആണോ? അല്ല, അറ്റ് ദി ബിഗിനിങ്. അപ്പൊ നോക്കിയാൽ മതി, ഒരെണ്ണം എൻഡ് ആണെങ്കിൽ അടുത്തതാണ് ബിഗിനിങ് ആണ് എടുക്കുക. കോൺട്രാസ്റ്റ് ആയിട്ടാണ്, വിപരീതമായിട്ടുള്ള ഓപ്ഷൻ ആണ് എടുക്കുക. ഒന്ന് എൻഡും ഒന്ന് ബിഗിനിങ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എൻഡ് എടുത്താൽ അഡ്വാൻസ് ഏതായിരിക്കും? ബിഗിനിങ് എടുക്കും.
അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആഡ് ചെയ്യുകയാണ്. അടുത്ത എന്താണ് ലെസ് ചെയ്ത്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്താൽ നേരെ എന്ത് എഴുതി, ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി, ലെസ് ചെയ്താൽ മതി. അപ്പോ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31/12/2018 അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. അതുപോലെ എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി എൻഡ്, വർഷാവസാനമുള്ള അഡ്വാൻസ് എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. നമ്മൾ എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ വർഷം എത്രയാണ് എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാന്നുള്ളത്. ക്ലിയർ? അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഫണ്ട് എന്നുള്ളത്. ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഫണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ്. പ്രൈസ് ഫണ്ട് ആവാം, ടൂർണമെന്റ് ഫണ്ട് ആവാം, ഇതുപോലെയുള്ള പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ആവാം. അതിന്റെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട ഇൻകമോ എക്സ്പെൻസോ ഉണ്ടാവാം. പൊതുവെ നമുക്ക് പഠിക്കുന്ന കാര്യമാണ് ഇൻകവും എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് ഇൻകവും എക്സ്പെൻസ് നമ്മൾ കാണിക്കേണ്ടത്. എന്നാൽ സ്പെഷ്യൽ ഫണ്ടിൽ ഇവർ പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ഫണ്ടുമായി ബന്ധപ്പെട്ട ഇൻകമോ എക്സ്പെൻസോ ഉണ്ടെങ്കിൽ അതെവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഏത് ഫണ്ടാണോ ആ ഫണ്ടിലേക്ക് ഇൻകം കൂട്ടുകയും എക്സ്പെൻസ് കുറക്കുകയും ചെയ്യണം. എന്താ ചെയ്യാ, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഫണ്ട് ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. ഇനി ആ ഫണ്ടുമായി ബന്ധപ്പെട്ട വരുമാനോ ചെലവോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഫണ്ടിലേക്ക് എന്ത് ചെയ്യാം, കൂട്ടുകയും ആ ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ടൂർണമെന്റ് ഫണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ടൂർണമെന്റ് ഫണ്ട് ഉണ്ട്. ദെൻ ആ ടൂർണമെന്റിൽ നമ്മൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ അതിന് കുറെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ, കുറെ കളക്ഷൻ. അപ്പൊ അത് നമുക്ക് ഇൻകം ആണ്. അതുപോലെ നമുക്ക് ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ചെലവുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ടൂർണമെന്റിൽ വേണ്ടി കിട്ടിയിട്ടുള്ള കളക്ഷൻ, അതായത് ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, ടൂർണമെന്റ് ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യണം. അതിൽ വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ത് ചെയ്യണം, നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുകയും വേണം. ഓക്കെ, ഇൻകം സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, ഫണ്ടുമായി ബന്ധപ്പെട്ട ഇൻകമോ എക്സ്പെൻസോ പറഞ്ഞാൽ ആ ഇൻകം എക്സ്പെൻസ് എവിടെ കാണിക്കണ്ട, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണ്ട. പകരം എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ ഏത് ഫണ്ടാണോ അത് ആ ഫണ്ടിലേക്ക് ഇൻകം എന്ത് ചെയ്യുക, കൂട്ടുകയും എക്സ്പെൻസ് എന്ത് ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യുക. ഇനി അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി, ഈ ടൂർണമെന്റ് ഫണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പക്ഷേ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പറയും ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് കിട്ടിയ തുക നമ്മൾ എന്ത് ചെയ്യാം, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ഐറ്റം എന്തായിട്ട് മാറി, അസെറ്റ് ആയിട്ട് മാറി അല്ലെ. ഇപ്പൊ ടൂർണമെന്റ് ഫണ്ട് നമ്മൾ എവിടെ കാണിക്കുക, ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. അപ്പോ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എവിടെ കാണിക്കുക, നമ്മള് അസെറ്റ് സൈഡിലാണ് കാണിക്കുക. എവിടെ കാണിക്കുക, അസെറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് എന്താണ്, വരുമാനമാണ്. ആ വരുമാനം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ ഫണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പൊതുവെ നമ്മളോട് എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചില ഐറ്റം ഒരു എക്സാമിന് ഇവിടെ കാണിക്കാം, ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, കളക്ഷൻ ഫ്രം ടൂർണമെന്റ്, എക്സ്പെൻസ് ഓഫ് ടൂർണമെന്റ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും ഐറ്റംസ് തന്നിട്ട് ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുക എന്ന് ചോദിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും എവിടെ കാണിക്കുള്ളൂ, നമ്മുടെ ബാലൻസ് ഷീറ്റിലെ കാണിക്കുള്ളൂ. ഇൻകം ഉണ്ട്, ഇതില് എക്സ്പെൻസ് ഉണ്ട്, എന്ന് കരുതി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് ഫോർ സ്പെഷ്യൽ ഫണ്ടിന് വേണ്ടി പ്രത്യേക ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട വരുമാനം എന്ത് ചെയ്യണം, കൂട്ടുകയും എക്സ്പെൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കുകയും വേണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ടൂർണമെന്റ് ഫണ്ട് എവിടെ കാണിക്കാം, ലയബിലിറ്റി സൈഡിലാണ് കാണിക്കാം. ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റോ അസെറ്റ് സൈഡിലാണ് കാണിക്കുക. അതുമായി ബന്ധപ്പെട്ട ഇൻകം ഇതിൽ ഏതൊക്കെയുണ്ട്, ഒന്ന് കളക്ഷൻ ഉണ്ട്, മറ്റൊന്ന് ഏതാണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. അത് രണ്ടും എന്ത് ചെയ്യണം, ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യും വേണം. അടുത്ത എന്താണ്, എക്സ്പെൻസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യും വേണം. അതെവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഏത് ഫണ്ടാണോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഫണ്ട് എന്നുള്ളത്.
ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ടൂർണമെന്റ് ഫണ്ട് എന്നുള്ളത്. അപ്പൊ ടൂർണമെന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് എമൗണ്ടുകൾ, ടൂർണമെന്റ് ഫണ്ടിന്റെ എമൗണ്ട് ഉണ്ട്, ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കാണിക്കുന്നുണ്ട്, ദെൻ കളക്ഷൻ ഫ്രം ടിക്കറ്റ്, നെക്സ്റ്റ് ടൂർണമെന്റ് എക്സ്പെൻസസ്, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അപ്പൊ ഈ ഐറ്റംസ് എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരയ്ക്കാം. ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഐറ്റംസ് ഒക്കെ എവിടെ വരിക, ബാലൻസ് ഷീറ്റിലാണ് വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമ്മുടെ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഏത് ഐറ്റമാണ് വരിക, ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അസറ്റ് സൈഡിൽ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എഴുതുക. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എവിടെയാണ് വരാൻ പോകുന്നത്, ലയബിലിറ്റി സൈഡിലാണ്. ഫസ്റ്റ് ഐറ്റം എന്താണ്, ടൂർണമെന്റ് ഫണ്ട്. ഇന്നർ കോളത്താണ് നിങ്ങൾ സംഖ്യ ചെയ്തിട്ടത്, ഇന്നർ കോൾ സംഖ്യ ചെയ്യുന്നു, അതിലേക്ക് എന്ത് ചെയ്യുക, ആഡ്. എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക. ഒന്നാമത്തെ ഇൻകം ഏതാണ്, കളക്ഷന്റെ എമൗണ്ട് ആഡ് ചെയ്യുക. രണ്ടാമത്തെ ഇൻകം ഏതാണ്, ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. ഈ രണ്ട് എമൗണ്ടും ആഡ് ചെയ്യുക. നെക്സ്റ്റ് ലെസ് ചെയ്യേണ്ടതാണ് എക്സ്പെൻസ്, ടൂർണമെന്റ് എക്സ്പെൻസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ദെൻ നെറ്റ് എമൗണ്ട് മാത്രം നമ്മൾ എന്താ മതി, മെയിൻ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, മൂന്നാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റേഷനറി. എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഡെബിറ്റർ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്റ്റേഷനറി എമൗണ്ട് എത്രയാണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, അതായത് നമുക്ക് തന്നിട്ടുള്ളത് ഈ വർഷം നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി, അതില് ഓപ്പണിംഗിൽ എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു സ്റ്റേഷനറി, ക്ലോസിംഗിൽ എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു സ്റ്റേഷനറി. ഈ ഡാറ്റ മാത്രം വെച്ച് നമുക്ക് ചെയ്യാം. മുമ്പ് പരിചയപ്പെട്ടതാണിത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെ നോക്കാം. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ ഇയർ, ഈ വർഷം എത്ര കൊടുത്തു, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. വളരെ സിമ്പിൾ ആണ്. നമ്മൾ മുമ്പ് പഠിച്ച നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ പോലെയാണ് അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതേ ഒരു കൺസെപ്റ്റ് പോലെ തന്നെയാണ്. ആദ്യം എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റേഷനറി ആഡ് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റേഷൻ എന്ത് ചെയ്യാം, ലെസ്സും ചെയ്യാം. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം. ഇനി സപ്പോസ് നമ്മൾ സ്റ്റേഷനറി കടമായിട്ടാണ് വാങ്ങിയത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓപ്പണിംഗ് ഉണ്ടാവാം, ക്ലോസിംഗ് ഉണ്ടാവാം, ദാറ്റ്സ് മീൻ എൻഡ് ഉണ്ടാവാം. നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ളതാണ് എൻഡ് അല്ലെ. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ കൊടുക്കാനുള്ളത് എൻഡിലുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക, പൊതുവെ ഔട്ട്സ്റ്റാൻഡിംഗ് പോലെയാണ്, കൊടുക്കാനുള്ളത് പോലെയാണ്, നമ്മൾ എന്താ ചെയ്യുക, ആഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പൊ എന്ത് ചെയ്യാം, ക്രെഡിറ്റേഴ്സ് അറ്റ് ദി എൻഡ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ് എന്ത് ചെയ്യണം, ലെസ്സും ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യത്തിൽ എന്തില്ല, ക്രെഡിറ്റേഴ്സിന്റെ വിവരങ്ങളൊന്നുമില്ല. രണ്ടാമത് സപ്പോസ് ക്രെഡിറ്റേഴ്സിന്റെ വിവരം കൂടി തന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എൻഡ്, ഈ വർഷം അവസാനിക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് എത്രയുണ്ടോ അതെന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യണം. ദെൻ ബിഗിനിങ്ങിലുള്ള ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, ലെസ്സും ചെയ്യണം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റേഷനറിയുടെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് സ്റ്റേഷനറിയുടെ എമൗണ്ട് ആയിട്ട് എത്ര കാണിക്കുന്നുള്ളതാണ്. അപ്പൊ തന്നിരിക്കുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ്, എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ ഇയർ, ഈ വർഷം സ്റ്റേഷനറിക്ക് വേണ്ടി എത്ര കൊടുത്തു. രണ്ടാമതായിട്ട് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ഓപ്പണിംഗ് സ്റ്റേഷനറി എത്രയുണ്ട്. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. അടുത്തത് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ബിഗിനിങ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി എൻഡും ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, നമ്മൾ നേരത്തെ വരച്ച അതേ സ്റ്റേറ്റ്മെന്റ് പോലെയാണ്, പർട്ടിക്കുലേഴ്സും ഒരു എമൗണ്ട് കോളും. നമ്മൾ ആദ്യം എന്ത് കാണിക്കും, എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ, ഈ വർഷം നമ്മൾ എത്ര കൊടുത്തു എന്നുള്ളത് ആദ്യം കാണിക്കുക, ആ സംഖ്യ കാണിക്കുക. അതിലേക്ക് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടി വരിക, ഏതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി.
സ്റ്റേഷനറി എത്രയുണ്ട് ഇപ്പോ. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ ആഡ് ചെയ്തു. പിന്നെയോ പിന്നെ ഏതൊക്കെയുണ്ട്? ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ എൻഡ്. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ എൻഡ് ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ലെസ് ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. അതുപോലെ എന്താണ്? ക്രെഡിറ്റേഴ്സ് അറ്റ് ദി ബിഗിനിങ്. ക്രെഡിറ്റേഴ്സ് അറ്റ് ദി ബിഗിനിങ് നമ്മൾ എന്ത് ചെയ്യുക? ലെസ്സും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ആഡും ലെസ്സും ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് എന്തായിരിക്കും? എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ള